Good morning all. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന സെക്ഷൻ നമ്മുടെ ലാസ്റ്റ് സെഷൻ്റെ കണ്ടിന്യൂഷനായ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഇൻ സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ആണ്. അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഈ സൈമൾട്ടേനിയസ് ഇക്വേഷൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ എത്രമാത്രം പ്രാക്ടിക്കൽ ലൈഫിൽ യൂസ്ഫുൾ ആണ് എന്നുള്ളതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്നൊരു പ്രോബ്ലമാറ്റിക് സെഷനാണ് ഇത്. So the first question, find a fraction which is equal to 1 by 2 when both its numerator and denominator are increased by 2 and which is equal to 3 by 4 when both are increased by 12. അതായത് നമുക്കിവിടെ ഒരു ഫ്രാക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ഫ്രാക്ഷൻ്റെ പ്രത്യേകത, ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, രണ്ട് പാർട്ടാണ് ഒരു ഫ്രാക്ഷൻ ഉള്ളത് അല്ലേ. ഒരു ന്യൂമറേറ്ററും കാണും, ഒരു ഡിനോമിനേറ്ററും കാണും. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒറിജിനൽ ഫ്രാക്ഷൻ ഏത് ഫ്രാക്ഷൻ ആയിക്കോട്ടെ, ആ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിനോട് കൂടെ 2 ആഡ് ചെയ്യുകയും ഡിനോമിനേറ്ററിനോട് കൂടെ 2 ആഡ് ചെയ്യുകയും ചെയ്യാം. ദാറ്റ് ഈസ് വെൻ both its numerator and denominator are increased by 2. ന്യൂമറേറ്ററും അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൻ്റെയും കൂടെ 2 ആഡ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പുതിയ ഫ്രാക്ഷൻ ഏതായിരിക്കും, 1 by 2 ആയിരിക്കും. ആൻഡ് നമ്മുടെ ഒറിജിനൽ ഫ്രാക്ഷനോട് കൂടെ വെൻ ബോത്ത് ആർ ഇൻക്രീസ്ഡ് ബൈ 12, ദാറ്റ് ഈസ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 12 വെച്ചാണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ ദ ന്യൂ ഫ്രാക്ഷൻ വിൽ ബി 3 by 4. അതായത് നമ്മുടെ കയ്യിൽ ഒറിജിനൽ ഫ്രാക്ഷൻ ഉണ്ട്, എത്രയോ. അപ്പോൾ ആ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അടങ്ങിയ ആ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിനോട് കൂടെ 2 ആഡ് ചെയ്യുകയും ഡിനോമിനേറ്ററിനോട് കൂടെ 2 ആഡ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒറിജിനൽ ഫ്രാക്ഷൻ എന്തായിട്ട് മാറും, 1 by 2 ആയിട്ട് മാറും എൻ്റെ വാല്യൂ. ആൻഡ് ആ ഒറിജിനൽ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും കൂടെ 12 ആഡ് ചെയ്യുന്നതെങ്കിൽ ദ റിസൾട്ടൻ ഫ്രാക്ഷൻ ബിക്കം എന്താകും, 3 by 4 ആകും. അങ്ങനെയെങ്കിൽ ഒറിജിനലി നമ്മളെടുത്ത ഫ്രാക്ഷൻ എത്ര എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഏതാണ്, ആ ഫ്രാക്ഷനാണ് നമുക്ക് അറിയാത്തത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടതും അറിഞ്ഞുകൂടാത്തതുമായിട്ടുള്ള ക്വാണ്ടിറ്റി ഏതാ, നമ്മളുടെ ഒറിജിനൽ ഫ്രാക്ഷൻ അല്ലേ. അപ്പോൾ ആ ഒറിജിനൽ ഫ്രാക്ഷനെ ഞാൻ എന്തായിട്ട് എടുക്കുന്നു, ഒരു വേരിയബിളായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു ഫ്രാക്ഷനാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഫ്രാക്ഷനെ സംബന്ധിച്ച് ഫ്രാക്ഷന് 2 പാർട്ടുകളുണ്ട്. ഏതൊക്കെയാണ്, ന്യൂമറേറ്ററും ഉണ്ട്, ഡിനോമിനേറ്ററും ഉണ്ട്. ദെർഫോർ ന്യൂമറേറ്ററിൽ ഞാനൊരു വേരിയബിൾ അസ്യൂം ചെയ്യുന്നതോടൊപ്പം ഡിനോമിനേറ്ററിനും ഒരു വേരിയബിൾ അസ്യൂം ചെയ്യുന്നു. ദെർഫോർ വി ക്യാൻ സേ ദാറ്റ് ദ ഫ്രാക്ഷൻ ബി x by y. സോ നമുക്ക് തന്നിട്ടുള്ള ഫ്രാക്ഷൻ നമ്മൾ എന്തായിട്ട് എടുത്തു, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫ്രാക്ഷൻ എന്തായിട്ട് എടുത്തു, ഒറിജിനൽ ഫ്രാക്ഷൻ ബി x by y. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒറിജിനൽ ഫ്രാക്ഷൻ എന്തായിട്ട് എടുത്തു, x by y ആയിട്ട് എടുത്തു. അങ്ങനെയെങ്കിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ തന്നിട്ടുള്ള ഫ്രാക്ഷനായ x by y, ഒറിജിനൽ ഫ്രാക്ഷനായ x by yയുടെ ന്യൂമറേറ്ററിനോട് കൂടെ 2 ഇൻക്രീസ് ചെയ്യുകയും ഡിനോമിനേറ്ററിനോട് കൂടെ 2 ഇൻക്രീസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ പുതിയ ഫ്രാക്ഷൻ്റെ വാല്യൂ എത്രയായിരിക്കും, 1 by 2 ആയിരിക്കും. സിമിലർലി നമ്മളുടെ ഒറിജിനൽ ഫ്രാക്ഷനായ x by yയുടെ ന്യൂമറേറ്ററിനോട് കൂടെ 12 ആഡ് ചെയ്യുകയും ഡിനോമിനേറ്ററിന് കൂടെ 12 ആഡ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പുതിയ ഫ്രാക്ഷൻ എത്രയായിരിക്കും, 3 by 4 ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ ഒറിജിനൽ ഫ്രാക്ഷനായ x by y ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ സത്യത്തിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയത് എന്തുവാ, 2 ഇക്വേഷൻസ് ആണ് കിട്ടിയത് അല്ലേ. ഇക്വാളിറ്റി ഇൻക്ലൂഡ് ചെയ്യുന്ന 2 റിലേഷൻഷിപ്പ്, 2 ഇക്വേഷൻസ് ആണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ ഫ്രാക്ഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് 2 ഇക്വേഷൻസ് ഉണ്ട്. ഈ ഇക്വേഷൻസിൻ്റെ പ്രത്യേകത എന്താണ്, ഈ 2 ഇക്വേഷൻസിനകത്ത് 2 വേരിയബിൾസ് ആണുള്ളത്. ദെർഫോർ 2 അൺനോൺസ് അടങ്ങിയ 2 ലീനിയർ ഇക്വേഷൻസ് ആണ് നമ്മളുടെ ഉള്ളത്. 2 ലീനിയർ സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ഇൻ 2 അൺനോൺസ് ആണ് നമ്മുടെ ഉള്ളത്. ദെർഫോർ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലീനിയർ ഇക്വേഷൻസിനെ സോൾവ് ചെയ്ത് എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം, അൺനോൺ ക്വാണ്ടിറ്റീസ് ആയ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കാം. ഹെൻസ് വി ക്യാൻ ഫൈൻഡ് ദ ഒറിജിനൽ ഫ്രാക്ഷൻ x by y. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന ഈ ഇക്വേഷനുകളുടെ പ്രത്യേകത ഏത് ഫോമില, സാധാരണ ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലല്ല, എന്താണ്, ഒരു ഫ്രാക്ഷൻ ഫോമിലാണ് കൊടുത്തിരിക്കുന്നത്. ദെർഫോർ ഈ ഫ്രാക്ഷനെ നമുക്ക് എന്താക്കണം, ഒരു ഫ്രാക്ഷൻ
ഫ്രാക്ഷനായിട്ട് കിടക്കുന്ന ആ ഒരു ഫോർമാറ്റ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് സാധാരണ ഇക്വേഷൻ ഫോം നമുക്ക് പരിചിതമായ a1x plus b1y plus c1 is equal to 0 and a2x plus b2y plus c2 is equal to 0 എന്ന് പറയുന്ന ഫോർമാറ്റിലാക്കി മാറ്റിയാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ നമുക്ക് അറിയത്തുള്ളൂ, സോൾവ് ചെയ്യാൻ അറിയത്തുള്ളൂ. Therefore the first step is we have to modify this fractional format to the normal format. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് നമുക്ക് മാത്സിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ഫോമുലയാണ് ഇഫ് എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി. അതായത് രണ്ട് റേഷ്യോസ് അഥവാ രണ്ട് ഫ്രാക്ഷൻസ് എ ബൈ ബിയും സി ബൈ ഡിയും തമ്മിൽ ഈക്വൽ ആണെങ്കിൽ ദിസ് ഇംപ്ലൈസ് ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടെ ഇക്വാളിറ്റിയെ ക്രോസ് ചെയ്തുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആയിരിക്കും. അതായത് ഹിയർ എ ഇൻറ്റു ഡി വിൽ ബി ഈക്വൽ ടു സി ഇൻറ്റു ബി. അതായത് ഇങ്ങനെ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഫസ്റ്റ് ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററും സെക്കൻഡ് ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററും തമ്മിലുള്ള പ്രൊഡക്റ്റും ഫസ്റ്റ് ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററും സെക്കൻഡ് ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററും തമ്മിലുള്ള പ്രൊഡക്റ്റും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഈ ഇക്വാളിറ്റി ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വാളിറ്റിയും ഹോൾഡ് ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം. ദെർഫോർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു റൂള് ഈ രണ്ട് ഫ്രാക്ഷണൽ ഇക്വാളിറ്റിയുടെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പ്രൊസീജിയർ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും, 2 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു വൈ പ്ലസ് 2. What about the second one? 4 into x plus 12 is equal to 3 into y plus 12. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യുന്നു, ഈ 2 എന്ന് പറയുന്ന ഈ നമ്പർ ആർക്കൊക്കെ ബാധകമാണ്, എക്സിനും ബാധകമാണ് 2നും. അതുകൊണ്ട് ഞാൻ എന്തിട്ടേക്കുന്നത്, ഈ ബ്രാക്കറ്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. Therefore ഈ 2 എന്ന് പറയുന്ന നമ്പറിനെ എക്സിനും കൊടുക്കുന്നു 2നും കൊടുക്കുന്നു. ദാറ്റ് ഈസ് 2x പ്ലസ് 4 is equal to ഇവിടെ തന്നെ 1 into y plus 1 into 2 is 2. Similarly 4 into x 4x plus 4 into 12 48 is equal to 3 into y 3y plus 3 into 12 that is 36. ഇപ്പോൾ നമുക്ക് ഏകദേശം ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫോർമാറ്റിലേക്ക് എന്ത് ചെയ്തു, ഒരു ട്രാൻസ്ഫോർമേഷൻ ആ ഫ്രാക്ഷണൽ ഇക്വേഷൻസ് നടത്തി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക, എല്ലാ ടേംസും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇക്വാളിറ്റിയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവന്ന് ഒന്നും കൂടെ എന്ത് ചെയ്യാൻ പോകുന്നു, സിംപ്ലിഫൈ ചെയ്യാൻ പോകുന്നു. ദെർഫോർ 2x പ്ലസ് 4 മൈനസ് y മൈനസ് 2 is equal to 0 and 4x plus 48 minus 3y minus 36 is equal to 0. സോ ഈ സ്റ്റെപ്പിൽ എനിക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ദെർഫോർ എക്സിൻ്റെ വേരിയബിൾ എക്സിൻ്റെ ടേമായ 2x, ഇനി വൈയുടെ ടേം ഏതാ മൈനസ് വൈ, ഇനി 4 മൈനസ് 2 പ്ലസ് 4 മൈനസ് 2 ദാറ്റ് ഈസ് പ്ലസ് 2 is equal to 0 and the second one എക്സിൻ്റെ ടേം 4x minus 3y. Then what about 48 minus 36? It is plus 12 is equal to 0. ഇപ്പോൾ നമുക്ക് എന്തായി, ഇപ്പോൾ നമ്മൾ ഈ സിംപ്ലിഫൈ ചെയ്തെടുത്ത ഈ പുതിയ ഫോർമാറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫോർമാറ്റാണ്. ഇതിൻ്റെ ലീനിയർ സൈമൾട്ടേനിയസ് ഇക്വേഷൻ ഇൻ 2 അൺനോൺസിന് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫോർമാറ്റാണ് ഇത്. ദെർഫോർ ആ ഫോർമാറ്റ് അനുസരിച്ച് a1 is equal to എത്ര കിട്ടും, a1 is equal to 2 and a2 is equal to 4. What about b1? b1 is equal to minus 1 and b2 is equal to minus 3. c1 is equal to 2 and c2 is equal to 12. Therefore ഇനി നമ്മൾ എന്ത് ചെയ്യാം, a1 a2 b1 b2 c1 c2 എന്നിവ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യാം, നമുക്ക് മെത്തേഡ് ഓഫ് എലിമിനേഷൻ ആണെങ്കിൽ അത് നമുക്ക് ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കാം, മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻസ് നമുക്കൊന്ന് സോൾവ് ചെയ്യാം. സോ
എന്തായിരുന്നു നമ്മുടെ മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ? ദാറ്റ് ഈസ് എക്സ് ബൈ b1c2 മൈനസ് b2c1 ഈക്വൽ ടു വൈ ബൈ c1a2 മൈനസ് c2a1 ഈക്വൽ ടു 1 ബൈ a1b2 മൈനസ് b1a2. ദെർഫോർ നമ്മൾ എന്ത് ചെയ്യുന്നു? a1a2 b1 b2 c1 c2 എന്ന വാല്യൂസ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു? അതാത് പൊസിഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഇക്വേഷൻ എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഓരോ ബ്രാക്കറ്റ്സിനെയും കാൽക്കുലേറ്ററിനകത്ത് കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ ബ്രാക്കറ്റിനെ എന്ത് ചെയ്യുന്നു? എടുത്ത് ആ പ്രൊഡക്റ്റ് എടുത്ത് എഴുതുന്നു. അതിനുശേഷം കാൽക്കുലേറ്ററിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാം. -12 - -6 ഇറ്റ് ഈസ് -6. എഗെയിൻ y by 8 - 24 ഇറ്റ് ഈസ് -16 ആൻഡ് 1 by -6 - -4 ഇറ്റ് ഈസ് -2. ഇനി എന്ത് ചെയ്യുക? കഴിഞ്ഞ ദിവസത്തെ കണക്ക് തന്നെ ഈ ഇക്വാളിറ്റിയിൽ ഓരോന്നിനെയും എക്സ് ബൈ -6നെ എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക? 1 by -2 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. സിമിലർലി 1 by -16 എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക? 1 by -2 ഇക്വേറ്റ് ചെയ്യുക. Therefore, അങ്ങനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സ് ബൈ -6 ഇസ് ഈക്വൽ ടു 1 by -2. നമുക്ക് എന്തിൻ്റെ വാല്യൂ വേണ്ടത്? എക്സിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. Therefore, -6 ഡിവൈഡ് ചെയ്തേക്കുന്ന -6നെ എന്ത് ചെയ്യുക? ഇക്വാലിറ്റിയുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് എന്താവും? *6 ആവും, *-6 ആവും. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു -6 by -2 വിച്ച് ഈസ് ഈക്വൽ ടു 3. Similarly, y by -16 is equal to 1 by -2. Therefore, y is equal to -16 by -2 which is equal to 8. നമുക്ക് ഇവിടെ ചെയ്യാൻ കാൽക്കുലേറ്ററിനകത്ത് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. Therefore, the required fraction is നമ്മുടെ ഫ്രാക്ഷൻ്റെ ഫോർമാറ്റ്, ഒറിജിനൽ ഫ്രാക്ഷൻ്റെ ഫോർമാറ്റ് എന്തായിരുന്നു? എക്സ് ബൈ വൈ ആയിരുന്നു. അത് എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി, വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി. Therefore, the required fraction is x by y is equal to 3/8. And the second question, a man performs 2/15 of his total journey by rail, 9/20 by bus and the remaining 10 kilometers by cycle. Find the total journey. എന്താ പറഞ്ഞിരിക്കുന്നത്? മലയാളത്തിൽ നമ്മളെന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ ഒരു യാത്ര പോയി അല്ലേ? ആ ജേണിയുടെ ടോട്ടൽ എത്ര കിലോമീറ്റേഴ്സാണ് അയാൾ സഞ്ചരിച്ചിട്ടുള്ളത്? ആ ടോട്ടൽ ജേണിയുടെ 2/15 പാർട്ട് ഓഫ് ഹിസ് ടോട്ടൽ ജേണി എങ്ങനെ അയാൾ ട്രാവൽ ചെയ്തത്? ബൈ റെയിൽ, ട്രെയിനിലാണ് അയാൾ യാത്ര ചെയ്തത്. ആൻഡ് ദ റിമൈനിങ് 9/20 ആ ബാക്കിയുള്ള ആ ടോട്ടൽ ജേണിയുടെ 9/20 പാർട്ട് എങ്ങനെയാണ് ട്രാവൽ ചെയ്ത അയാൾ? ബൈ ബസ്. ആൻഡ് ദ റിമൈനിങ് 10 കിലോമീറ്റേഴ്സ് ബൈ സൈക്കിൾ. ഫൈൻഡ് ദ ടോട്ടൽ ജേണി. അപ്പോൾ ആദ്യത്തെ ടോട്ടൽ ജേണിയുടെ 2/15 പാർട്ട് റെയിൽവേസിലും അതുകൊണ്ട് തന്നെ ടോട്ടൽ ജേർണിയുടെ 9/20 പാർട്ട് ബൈ ബസ്സിലും ആൻഡ് ദ റിമൈനിങ് 10 കിലോമീറ്റേഴ്സ് ബൈ സൈക്കിളിലുമാണ് ആ വ്യക്തി ട്രാവൽ ചെയ്തതെങ്കിൽ അയാൾ ടോട്ടൽ ട്രാവൽ ചെയ്ത ദൂരം എത്രയാണെന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ദർഫോർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യം എന്താ? ഹിസ് ടോട്ടൽ ജേർണി എത്രയാണ്, എത്ര കിലോമീറ്റേഴ്സാണ് അയാൾ ടോട്ടൽ ട്രാവൽ ചെയ്തതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതാണ് നമ്മുടെ മുൻപിലുള്ള അൺനോൺ ക്വാണ്ടിറ്റി. ദർഫോർ ലെറ്റ് ഇറ്റ് ബി എക്സ്. That is, let his total journey be x kilometers. മൊത്തത്തിൽ അയാൾ ട്രാവൽ ചെയ്ത ദൂരം എത്രയാണെന്നിരിക്കട്ടെ? x കിലോമീറ്റേഴ്സ് ആണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? The man performs 2/15 of his total journey by rail. അതായത് ഈ എക്സിൻ്റെ എത്ര പാർട്ട്? 2/15 പാർട്ട് റെയിൽവേസാണ് അയാൾ എന്ത് ചെയ്തത്? മൂവ് ചെയ്തത്. ദെർഫോർ എക്സിൻ്റെ 2/15 പാർട്ട് മീൻസ് എക്സ് ഇൻറ്റു 2/15. എക്സിൻ്റെ അതായത് ടോട്ടൽ ജേർണിയായ എക്സിൻ്റെ എത്ര പാർട്ട്? 2/15 പാർട്ട്. ദാറ്റ് മീൻസ് എക്സ് ഇൻറ്റു 2/15. ഇനി അടുത്തെന്താ പറഞ്ഞേക്കുന്നത്? ആൻഡ് 9/20 ബൈ ബസ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ടോട്ടൽ ജേർണിയായ എക്സിൻ്റെ 9/20 പാർട്ട് എങ്ങനെയാണ് അയാൾ മൂവ് ചെയ്തേക്കുന്നത്? ബൈ ബസ്. ദെർഫോർ എക്സ് ഇൻറ്റു 9/20 ആണ് അയാൾ എന്തിൽ മൂവ് ചെയ്തത്? ബസ് ബേസിൽ അയാൾ മൂവ് ചെയ്തത്. ആൻഡ് ദ റിമൈനിങ് 10 കിലോമീറ്റേഴ്സ് ബാക്കിയുള്ള 10 കിലോമീറ്റേഴ്സ് അയാൾ എങ്ങനെ മൂവ് ചെയ്തു? ബൈസിക്കിളിൽ മൂവ് ചെയ്തു. ദെർഫോർ ഈ ടോട്ടൽ ജേർണിയുടെ ടോട്ടൽ ജേർണിയുടെ എക്സ് ഇൻറ്റു 2/15 പാർട്ട് റെയിൽവേസിൽ, ടോട്ടൽ ജേർണിയുടെ 9/20 പാർട്ട് ബൈ ബസ്സിൽ ആൻഡ് ദ റിമൈനിങ് 10 കിലോമീറ്റേഴ്സ് ബൈ ബൈസൈക്കിൾ. ദെർഫോർ ഈ 3
കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 3 ദൂരങ്ങളുടെ കൂട്ടുമ്പോൾ എന്തായി, അയാൾ ടോട്ടൽ ട്രാവൽ ചെയ്ത ദൂരം, ടോട്ടൽ ജേർണി ഉള്ള എത്ര കിലോമീറ്റേഴ്സ് എടുത്തുന്നുള്ളതായി. therefore the first part പ്ലസ് സെക്കൻഡ് പാർട്ട് പ്ലസ് തേർഡ് പാർട്ട് ഇസ് ഈക്വൽ ടു എക്സ്. അതായത് അയാൾ ആകപ്പാടെ ട്രാവൽ ചെയ്ത് 3 രീതിയിൽ മാത്രമാണ്, റെയിൽവേസ്, ബസ്, ബൈ ബസ് ആൻഡ് ബൈസൈക്കിൾ. ഈ 3 ദൂരങ്ങൾ ട്രാവൽ ചെയ്തപ്പോൾ എന്താ, അയാൾ ടോട്ടൽ ട്രാവൽ ചെയ്ത ദൂരമായി. therefore x into 2/15 പ്ലസ് x into 9/20 പ്ലസ് 10 ഇസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സ് എന്ന് പറയുന്ന വേരിയബിളിലുള്ള ഒരു ഇക്വേഷനായിട്ട് നമുക്ക്, ലീനിയർ ഇക്വേഷനായിട്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു, മാറ്റി എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, എക്സ് എന്ന് പറയുന്ന ആ വേരിയബിളിൻ്റെ വാല്യൂ, അഥവാ അദ്ദേഹം ടോട്ടൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്ത് ചെയ്യണം, ഒന്ന് സോൾവ് ചെയ്യണം. സോ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്, ഈ ഫസ്റ്റ് 2 ടേംസ് ഒന്ന് നോക്കുക. ഈ ഫസ്റ്റ് 2 ടേമിനകത്ത് എന്തിൻ്റെ പ്രസൻസ് ഉണ്ട്, കോമൺ ആയിട്ട് എക്സിൻ്റെ പ്രസൻസ് ഉണ്ട് അല്ലേ. therefore ആ എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെ എന്ത് ചെയ്തു, ആ 2 ടേമിൽ നിന്നും കോമൺ ആയിട്ട് പുറത്തെടുത്തു. ബാക്കി ഈ ഫസ്റ്റ് ടേമിനകത്ത് എന്താ ഉള്ളത്, എക്സിനെ മാറ്റിയാൽ ബാക്കി എന്തുണ്ട്, 2/15. ആ ഇൻറ്റു എന്ന് പറയുന്ന ഓപ്പറേഷന് പറയാൻ എന്ത് കൊടുത്തിരിക്കുന്നു, ഇവിടെ ബ്രാക്കറ്റ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നു. 2/15. ഇനി നടക്കാത്ത ഓപ്പറേഷൻ ഏതാ, സൈൻ ഏതാ, പ്ലസ്. therefore പ്ലസ്. ഇനി ഈ ടേമിനകത്ത് ഞാൻ എന്തിനെ പുറത്തെടുത്തു, എക്സിനെ ഞാൻ പുറത്തെടുത്തു. ബാക്കി എന്തുണ്ട് അവിടെ, 9/20. ദെൻ ബ്രാക്കറ്റിൻ്റെ ആവശ്യം കഴിഞ്ഞ ദിവസം നമുക്ക് ക്ലോസ് ചെയ്തു. പ്ലസ് ബാക്കി എന്താ ഉള്ളത്, 10 ഇസ് ഈക്വൽ ടു എക്സ്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഈ 2 ഫ്രാക്ഷനും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ, ഫ്രാക്ഷൻ അഡീഷൻ എങ്ങനെ ചെയ്യുന്നത്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 20 into 2 that is 40 plus 15 into 9 that is 135 by 15 into 20 which is equal to 300 plus 10 is equal to x. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു 40 plus 135 is 175 by 300 plus 10 is equal to x. ഇനി നോക്കുക, ഇതിനെ ഞാൻ ബ്രാക്കറ്റ് മാറ്റിയിട്ടങ്ങ് എഴുതുകയാണ്. ആദ്യം നമ്പർ 175 by 300 എക്സ് പ്ലസ് 10 is equal to എക്സ്. ഇനി എന്ത് ചെയ്യുന്നു, ഈ ഇക്വാളിറ്റിയുടെ റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ ടേംസിനും എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരുന്നു. ദാറ്റ് ഈസ് 175 by 300 എക്സ് പ്ലസ് 10 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 0 അല്ലേ. അങ്ങനെയെങ്കിൽ എക്സിൻ്റെ ടേംസിന് എത്ര ഉണ്ട്, 2 ടേംസ് ഉണ്ട്. അവയെ തമ്മിൽ എന്ത് ചെയ്യുന്നു, സിംപ്ലിഫൈ ചെയ്യുന്നു. എങ്ങോട്ടങ്ങ് എഴുതുകയാണ്. therefore 175 by 300 മൈനസ് 1 ഇൻറ്റു എക്സ്. എന്താ ചെയ്തത്, ഈ 2 ടേമിനകത്ത് നിന്ന് എക്സിനെ ഇങ്ങനെ പുറത്തെടുത്തു. therefore 175 by 300 ഈ ടേമിനകത്ത് കിടക്കും, എക്സ് പുറത്ത് വന്നു. ആൻഡ് ഇവിടെ എന്തുണ്ട്, നടക്കുന്ന സൈൻ എന്തുവാ, മൈനസ് ഇൻറ്റു ബാക്കി ഇവിടെ എക്സ് അല്ലാതെ എന്തേ ഉള്ളൂ, 1 മാത്രമേ ഉള്ളൂ. therefore 1 പ്ലസ് 10 is equal to 0. ഇനി ഇവിടെ 175 by 300 മൈനസ് 1 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് മൈനസ് 125 by 300 എക്സ് പ്ലസ് 10 is equal to 0. എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ് അല്ലാത്ത ബാക്കി എല്ലാ ടേംസിനെ എവിടെ കൊണ്ടുപോകണം, റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകണം. therefore മൈനസ് 125 by 300 എക്സ് is equal to മൈനസ് 10. therefore എക്സ് is equal to മൈനസ് 10 into മൈനസ് 10 into 300 by മൈനസ് 125. ഈ ഫ്രാക്ഷൻ്റെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. therefore ഡൗട്ട്സ് ഉള്ളവർ ആ സെക്ഷൻ ഒന്ന് റെഫർ ചെയ്യുക. therefore എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും, ഈ മൈനസ് ന്യൂമറേറ്ററിൽ നിന്ന് ഡിനോമിനേറ്ററിൽ നിന്ന് മൈനസും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി വരുമ്പോഴത്തേക്കും ഇറ്റ് ബിക്കം ദ ആൻസർ ഈസ് 24 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. therefore എക്സ് ഇസ് ഈക്വൽ ടു 24. therefore ഏതാണ് ആ വ്യക്തി ട്രാവൽ ചെയ്ത ടോട്ടൽ ദൂരം എത്രയാണ്, ടോട്ടൽ ജേർണീസ് 24 കിലോമീറ്റേഴ്സ് എന്ന് നമുക്ക് കിട്ടും. therefore ടോട്ടൽ ജേർണി ഈസ് 24 കിലോമീറ്റേഴ്സ്.
And the third question, a certain two-digit number is 4 times the sum of its digits, and if 9 is added to it, its digits are reversed. Find the number. അതായത് ഒരു 2-digit നമ്പർ ഉണ്ട്. ആ 2-digit നമ്പറിനെ സംബന്ധിച്ച് ആ നമ്പർ ഇറ്റ് ഈസ് 4 ടൈംസ് ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ്. ആ നമ്പറിൻ്റെ ഡിജിറ്റുകളുടെ സമ്മിനോടുകൂടെ 4 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ആ നമ്പർ കിട്ടും. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ഇഫ് 9 ഈസ് ആഡഡ് ടു ഇറ്റ്, ഇറ്റ്സ് ഡിജിറ്റ്സ് ആർ റിവേഴ്സ്ഡ്. ഈ നമ്പറിനോട് കൂടെ 9 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ നമ്പറിൻ്റെ ഡിജിറ്റ്സ് റിവേഴ്സ് ചെയ്തിട്ടുള്ള പുതിയ നമ്പർ നമുക്ക് കിട്ടും. അങ്ങനെയെങ്കിൽ ഫൈൻഡ് ദ നമ്പർ. അതായത് നമ്മളുടെ കയ്യിൽ 2-digit നമ്പർ ഉണ്ട്. ആ 2-digit നമ്പറിൻ്റെ ഒബേ ചെയ്യുന്ന 2 കണ്ടീഷൻസ്, അഥവാ ഈ 2-digit നമ്പറിൻ്റെ 2 പ്രത്യേകതകളാണ് ഇവിടെ തന്നിരിക്കുന്നത്, ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 2-digit നമ്പർ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെറ്റ് ദ 2-digit നമ്പർ ബി. 2-digit നമ്പർ നമുക്ക് അറിയില്ലല്ലോ. 2-digit നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും എത്ര ഡിജിറ്റ്സ് കാണും? 2 ഡിജിറ്റ്സ് ഉണ്ട് അല്ലേ? അങ്ങനെയെങ്കിൽ ആ 2-digit നമ്പറിനെ ഞാൻ XY എന്നങ്ങ് എടുക്കുന്നു. ദാറ്റ് ഈസ് let the 2-digit number be XY. അതായത് 2 ഡിജിറ്റ്സ് എക്സും ഉണ്ട് വൈയും ഉണ്ട്. 1s പ്ലേസിൽ കിടക്കുന്ന ഡിജിറ്റ് ഏതാണ്? വൈയും. 10s പ്ലേസിൽ കിടക്കുന്ന ഡിജിറ്റ് എക്സ്. അങ്ങനെയെങ്കിൽ ഈ XY എനിക്ക് എങ്ങനെ എഴുതാം? XY ക്യാൻ ബി റിട്ടൺ ആസ് 10 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ. കാര്യം എന്തുവാ? നമ്മൾ പണ്ട് കൊച്ചു ക്ലാസ്സുകളോട് പഠിച്ചിട്ടുണ്ട്. 42 എന്ന് പറയുന്ന നമ്പറിന് എങ്ങനെ എഴുതാം? ഇവിടുത്തെ 1s പ്ലേസ് കിടക്കുന്ന നമ്പർ ഏതാണ്? 2 ആണ്. 10s പ്ലേസ് കിടക്കുന്ന നമ്പർ ഏതാണ്? 4 ആണ്. therefore 42 ക്യാൻ ബി റിട്ടൺ ആസ് 10 ഇൻറ്റു 4. 10th പ്ലേസ് ആയത് കാരണം 10 ഇൻറ്റു 4 പ്ലസ് 1 ഇൻറ്റു 2. അതായത് ഇവിടെയും ചെയ്തുള്ളൂ. നമുക്ക് ആവശ്യമുള്ള നമ്പർ ഏതാണോ ആ നമ്പറിന് XY എന്ന് എടുത്തു. അവിടെ 10s പ്ലേസിൽ എക്സും 1s പ്ലേസിൽ വൈയും ആയതുകൊണ്ട് XY ക്യാൻ ബി റിട്ടൺ ആസ് 10 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ. therefore ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? For this number it is 4 times the sum of its digits. ഈ ഡിജിറ്റുകളുടെ, അതായത് എക്സിൻ്റെയും എക്സും വൈയും ആണ് 2 ഡിജിറ്റ്സ്. അവയുടെ സമ്മിൻ്റെ 4 ടൈംസ് ആണ് എന്തെന്ന് പറയുന്നത്? ഈ നമ്പർ എന്ന് പറയുന്നത്. therefore we can say that this 10 into x plus 1 into y, ഇതാണല്ലോ ആ നമ്പർ. ഇറ്റ് ഈസ് ഈക്വൽ ടു 4 times 4 into the sum of the digits, that is x plus y. What about the second condition? If 9 is added to it, ഈ നമ്പറായ 10x പ്ലസ് 1y കൂടെ എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ? 9 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ റിസൾട്ടൻറ്റ് ഡിജിറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? ആ ഡിജിറ്റ്സിന് എന്ത് ചെയ്ത് കിട്ടും? അപ്പോൾ റിവേഴ്സ് ചെയ്ത് കിട്ടും. ദാറ്റ് ഈസ് ഏത് ഫോമിലാകും? YX എന്ന് പറയുന്ന നമ്പറായിട്ട് മാറി. ഇപ്പോൾ ഉള്ള നമ്പർ ഏതായിരുന്നു? XY ആയിരുന്നു. ആ നമ്പർ ഈ ഒരു കണ്ടീഷൻ ഒബേ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ മാറും? അത് YX ആയിട്ട് മാറും. അപ്പോൾ ഇപ്പോൾ 10 പ്ലേസ് കിടക്കുന്ന ഡിജിറ്റ് ഏതാണ്? വൈയും. 1s പ്ലേസ് കിടക്കുന്ന ഡിജിറ്റ് ഏതാണ്? എക്സുമാണ്. therefore it can be written as 10 into y plus 1 into x. therefore ഇക്വേഷൻ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. that is 10x plus y is equal to ഇവിടെ എന്താ ചെയ്തത്? 10 ഇൻറ്റു എക്സ് 10x പ്ലസ് 1 ഇൻറ്റു വൈ ഈക്വൽ ടു ഈ 4 എന്ന് പറയുന്ന എക്സിനും ബാധകമാണ് വൈക്കും ബാധകമാണ്. therefore എന്ത് ചെയ്യുന്നു? അകത്തേക്ക് ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നു, പ്രൊഡക്റ്റ് എടുക്കുന്നു. therefore 4 ഇൻറ്റു എക്സ് 4x പ്ലസ് 4 ഇൻറ്റു വൈ ഈസ് 4y. again the second equation 10 into x 10x plus 1 into y plus 9 is equal to 10 into y 10y plus 1 into x, that is x. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കിട്ടിയ 2 ഇക്വേഷൻ നമുക്ക് അറിയാവുന്ന ഫോർമാറ്റിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫോർമാറ്റിലേക്ക് മാറ്റിയിടും. ദാറ്റ് ഈസ് a1x പ്ലസ് b1y പ്ലസ് c1 is equal to 0 and a2x പ്ലസ് b2y പ്ലസ് c2 is equal to 0 എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതാൻ ശ്രമിക്കുന്നത്. അതായത് എന്ത് ചെയ്യുന്നു? RHS എന്ത് ചെയ്യാൻ പോകുന്നു? 0 ആക്കാൻ പോകുന്നു. therefore 10x plus y minus 4x minus 4y is equal to 0 and 10x
പ്ലസ് വൈ പ്ലസ് 9 മൈനസ് 10y മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇവിടെ എക്സിൻ്റെ എത്ര ടേംസ് ഉണ്ട്? ഫസ്റ്റ് ഇക്വേഷനിൽ 10x ഉണ്ട്, മൈനസ് 4x ഉണ്ട്. ദർഫോർ 10x മൈനസ് 4x ഈസ് 6x. എഗെയിൻ വൈയുടെ ടേംസ് y ഉണ്ട്, മൈനസ് 4y ഉണ്ട്. ദർഫോർ y മൈനസ് 4y ഈസ് മൈനസ് 3y is equal to 0. What about the second equation? Here there is 10x and minus x. 10x minus x is 9x. Again y and minus 10y. It is minus 9y. Again plus 9 is equal to 0. അല്ലേ? അപ്പോൾ ഞാൻ ഒന്നും കൂടെ റീറൈറ്റ് ചെയ്യാണ് ഈ ഇക്വേഷനെ. ദാറ്റ് ഈസ് 6x മൈനസ് 3y. ഈ ഫസ്റ്റ് ഇക്വേഷനകത്ത് എന്തില്ല? ഒരു കോൺസ്റ്റൻറ്റ് ടേമിൻ്റെ പ്രസൻസ് ഇല്ല, അതായത് C1 ഇല്ല അല്ലേ? അപ്പോൾ ഞാൻ അവിടെ പ്രസൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നത്, അവിടെ ഞാൻ എന്ത് കൊടുക്കുന്ന? C1 പകരം പ്ലസ് 0 കൊടുക്കുന്നു. 0 എന്ന് പറയുന്ന നമ്പർ എന്ത് ചെയ്താൽ, ആഡ് ചെയ്താൽ സബ്ട്രാക്ട് ചെയ്താൽ എന്തിനും വ്യത്യാസം വരുന്നില്ല, വിലയ്ക്ക് വ്യത്യാസം വരുന്നില്ല. ദർഫോർ ആ പ്ലേസിന് എന്ത് കൊടുക്കുന്നു? C1 പ്ലേസിൽ പ്ലസ് 0 എന്ന് കൊടുക്കുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 0. ആൻഡ് അഗെയിൻ 9x മൈനസ് 9y പ്ലസ് 9 ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ ഏത് ഫോർമാറ്റിലായി? നമുക്കറിയാവുന്ന ഫോർമാറ്റിലായി. ദാറ്റ് ഈസ് a1x പ്ലസ് b1y പ്ലസ് c1 ഇസ് ഈക്വൽ ടു 0 ആൻഡ് a2x പ്ലസ് b2y പ്ലസ് c2 ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോർമാറ്റിലായിട്ട് മാറി. ഇത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സിംപ്ലിഫൈ. സോ നമ്മുടെ ഇക്വേഷനിൽ നിന്ന് a1 a2 എന്നൊരു വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടും? a1 ഇസ് ഈക്വൽ ടു 6, a2 ഇസ് ഈക്വൽ ടു 9, b1 ഇസ് ഈക്വൽ ടു മൈനസ് 3, b2 ഇസ് ഈക്വൽ ടു മൈനസ് 9, c1 ഇസ് ഈക്വൽ ടു 0 ആൻഡ് c2 ഇസ് ഈക്വൽ ടു 9. സോ ഇനി നമ്മളിതിനെ മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ സോൾവ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ എഴുതാം? നമുക്ക് എക്സ് ബൈ മൈനസ് 3 into 9 minus 9 into 0 equal to y by 0 into 9 minus 6 into 9 equal to 1 by 6 into minus 9 minus 9 into minus 3. And the simplified form will be x by minus 27 equal to y by minus 54 is equal to 1 by minus 27. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓരോ ടേം നമുക്ക് എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം? എക്സിൻ്റെ ടേമിനെ 1 by minus 27 ഇക്വേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വൈയുടെ ടേമിനെയും 1 by minus 27 നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുകയാണ് നമുക്ക് എന്ത് കിട്ടും? എക്സ് ബൈ മൈനസ് 27 ഇസ് ഈക്വൽ ടു 1 by minus 27 വിച്ച് ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു 1 by minus 27 ഇൻറ്റു മൈനസ് 27. ഞാൻ എന്ത് ചെയ്യുന്നു? മൈനസും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി 27 ഇൻറ്റു 1 ഈസ് 27 ആൻഡ് 27 ഇൻറ്റു 1 ഈസ് 27. Therefore the result is 1. And similarly y by minus 54 is equal to 1 by minus 27. Therefore y become equal to 2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള നമ്പർ ഏതായിരുന്നു? എക്സ് വൈ എന്നുള്ളത്. ഇതിൻ്റെ അർത്ഥം എക്സ് ഇൻറ്റു വൈ എന്നല്ല, ആദ്യം എക്സ് എഴുതുക പിന്നെ വൈ എഴുതുക. ദർഫോർ എക്സിൻ്റെ വാല്യൂടെ എത്ര കിട്ടിയത്? 1 കിട്ടി. വൈയുടെ വാല്യൂടെ എത്ര കിട്ടി? 2 കിട്ടി. ദർഫോർ ദ റിക്വയർഡ് നമ്പർ ഈസ് എക്സ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു 1 2, ദാറ്റ് ഈസ് 12. ദർഫോർ നമുക്ക് ആവശ്യമുള്ള നമ്പർ, നമ്മുടെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ റിക്വയർഡ് ആയിട്ടുള്ള നമ്പർ ഏതായിരുന്നു? 12 ആയിരുന്നു. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.